ഫൈസൽ കൂടി ചേരുന്നുണ്ട്. അതിനു മുമ്പ് റിപ്പോർട്ടിലേക്ക്. ഇന്നലെ വൈകിട്ട് 7 മണിക്കാണ് ഇറാൻ മിസൈലുകൾ ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളങ്ങൾ ലക്ഷ്യമിട്ടെത്തിയത്. 19 മിസൈലുകളിൽ 18 എണ്ണവും ഖത്തറിനെ പ്രതിരോധിക്കാനായി. ഒരു മിസൈൽ മാത്രമാണ് വ്യോമത്താവളത്തിൽ പതിച്ചത്. ആളപായമൊന്നുമില്ല. ഇറാന്റെ ആണവ നിലയങ്ങളിലെ അമേരിക്കൻ ആക്രമണത്തിലുള്ള തിരിച്ചടിയായിരുന്നു അൽ ഉദൈദ് വ്യോമത്താവളത്തിന് നേരെയുള്ള മിസൈൽ ആക്രമണം. മുന്നറിയിപ്പിനെ തുടർന്ന് വൈകുന്നേരം 6:45 ഖത്തർ വ്യോമപരിധി അടച്ചു. 45 മിനിറ്റിനകം ഇറാന്റെ ആക്രമണമുണ്ടായി. തലസ്ഥാനമായ ദോഹയിലും അൽ വക്ര, ഐൻ ഖാലിദ്, ഇൻഡസ്ട്രിയൽ ഏരിയ ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയിലും വലിയ ശബ്ദം അനുഭവപ്പെട്ടു. 19 മിസൈലുകളാണ് ഇറാൻ അയച്ചത്. മിസൈലുകൾ കൃത്യമായി പ്രതിരോധിച്ചെന്ന് ഖത്തർ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഒന്ന് അൽ ഉദൈദ് വ്യോമതാവളത്തിൽ പതിച്ചെങ്കിലും ആളപായമോ പരിക്കുകളോ ഇല്ല. ആക്രമണ വിവരം മുൻകൂട്ടി അറിയിച്ചിരുന്നതിനാൽ വ്യോമതാവളം പൂർണ്ണമായും ഒഴിപ്പിച്ചിരുന്നു. ആക്രമണത്തെ ശക്തമായി അപലപിച്ച ഖത്തർ പ്രശ്നങ്ങൾക്ക് ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്ന് ആവർത്തിച്ചു. സൗഹൃദ രാഷ്ട്രമായ ഖത്തറിന് നേരെയല്ല ആക്രമണമെന്നും അമേരിക്കയുടെ ധാർഷ്ട്യത്തിനുള്ള മറുപടിയാണെന്നും ഇറാൻ പ്രതികരിച്ചു. മീഡിയ 1 ദോഹ.